നമസ്കാരം. ഈ വാർത്താ പകലിലെ സമഗ്രമായ വാർത്തകളുമായി ന്യൂസ് ആഫ്റ്റർനൂൺ ആരംഭിക്കുകയാണ്. ആദ്യം ഹെഡ്ലൈൻസ്. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മന്ത്രിമാരുടെ അന്തിമ പട്ടിക ഉടൻ അറിയാം. വകുപ്പ് ചർച്ചകൾ സജീവം. ആവശ്യങ്ങളിൽ ഉറച്ച് TDPയും JDUവും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷികളാകാൻ അയൽ രാജ്യങ്ങളിലെ തലവന്മാരും. യുപിയിൽ നന്ദി പ്രകാശന യാത്ര നടത്താൻ കോൺഗ്രസ്. ഈ മാസം 11 മുതൽ 15 വരെ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര നടത്തും. ഭാരത് ജോഡോ യാത്ര കടന്നുപോയ സംസ്ഥാനങ്ങളിൽ മികച്ച നേട്ടമുണ്ടാക്കി. ഇന്ത്യാ സഖ്യം പാർലമെന്റിനകത്തും പുറത്തും പോരാട്ടം തുടരുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ ഡോക്ടർ KV പ്രീതിക്ക് വീഴ്ച. അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. ഡോക്ടറുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് ഡോക്ടർ പ്രീതി ഒന്നും എഴുതിയില്ല. തനിക്കൊപ്പം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നുവെന്ന മൊഴിയും കളവ്. കൊച്ചിയിൽ സ്ലാബിനടിയിൽ കുടുങ്ങി വീണ്ടും അപകടം. പാലാരിവട്ടത്ത് കാൽനട യാത്രക്കാരിയായ സ്ത്രീയുടെ കാല് സ്ലാബിനടിയിൽ കുടുങ്ങി. അശാസ്ത്രീയ കാന നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തം. വിവരദോഷി പരാമർശത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് ഗീവർഗീസ് മാർ കുരിലോസ്. ഞാൻ എന്നും ഇടതുപക്ഷമായിരിക്കും. ഹൃദയപക്ഷമാണ് ഇടതുപക്ഷമെന്നും പ്രതികരണം. കുരിലോസിനെതിരായ പിണറായിയുടെ അധിക്ഷേപത്തിൽ വിമർശിച്ച VD സതീശൻ. തന്നെ ആരും വിമർശിക്കരുതെന്നാണ് പിണറായി പറയുന്നത്. വിമർശിക്കുന്നവരെ വിവരദോഷി എന്ന് വിളിക്കുന്നത് തരം താണ പ്രവൃത്തിയാണെന്നും VD സതീശൻ. എന്ന് പറയാനുള്ള ഈ ധാർഷ്ട്യം, ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു. മാറ്റരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിണറായിയെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല. കാരണഭൂതനെ ആരും ചോദ്യം ചെയ്യരുത്. അദ്ദേഹം ചോദ്യത്തിനും മുകളിലാണ്. പിണറായിക്ക് വിവരമുള്ളതുകൊണ്ട് മറ്റുള്ളവരെ വിവരദോഷി എന്ന് വിളിക്കാമെന്നും ചെന്നിത്തലയുടെ പരിഹാസം. മാർ കുരിലോസിനെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാതെ വെള്ളാപ്പള്ളി നടേശൻ. സൂക്ഷിച്ചു പറയേണ്ടതായിരുന്നു എന്നും ഭാഷയിൽ ശ്രദ്ധിക്കണമെന്നും ഉപദേശം. പിണറായിയുടെ ചോരയ്ക്കായി കൊതിക്കുന്ന നിരവധി പേരുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ. കേരള നവോത്ഥാന സമിതിയിൽ നിന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് രാജി. പ്രസ്താവന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഉപകാരപ്പെടുന്നതെന്നും പിൻവലിക്കണമെന്നും ഹുസൈൻ മടവൂർ. തൃശൂരിൽ കള്ളക്കളി കളിച്ചവരെ തനിക്കറിയാമെന്ന് K മുരളീധരൻ. തോൽവിയിൽ ആരോടും പരാതിപ്പെട്ടിട്ടില്ല. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനമെന്നും പ്രതികരണം. ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്കെതിരായിട്ട് ഒരു പരാതിയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പരാതിയിട്ട് പറയൂല. ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ. കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷൻ. അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും. അതുവരെ തൽക്കാലം മാറിയിരിക്കുക. വികാരപ്പെടണം, അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും. അത് തീർന്നു. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തെരഞ്ഞെടുപ്പിലൊക്കെ
ആരൊക്കെ കള്ളക്കളി കളിച്ചതെന്നൊക്കെ ജനങ്ങൾക്കറിയാം. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടായി. രാജ്യസഭയിലേക്ക് മത്സരിക്കാനില്ലെന്നും കെ മുരളീധരൻ. LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി. UDF-ൽ നിന്നും വിട്ടത് രാഷ്ട്രീയ തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ മുന്നണി മാറുന്ന പാർട്ടിയല്ല കേരള കോൺഗ്രസ് എം എന്നും ജോസ് കെ മാണി. രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് മുന്നണിയിൽ നിന്നും ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും ജോസ് കെ മാണി. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് CPI. സീറ്റ് വിഭജന ചർച്ചകൾക്കിടെ നിലപാട് അറിയിച്ച് ബിനോയ് വിശ്വം. കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം തനിക്ക് അറിയില്ലെന്നും ബിനോയ്. രാജ്യസഭാ സീറ്റ് വിഭജനം LDF-ൽ പ്രതിസന്ധി. വയനാട് മൂപ്പൈനാട്ടിൽ വീണ്ടും പുലിയുടെ ആക്രമണം. 2 ആടുകളെ കൊന്നു. ഇന്നലെ രാത്രി ലക്കി ഹില്ലിലാണ് ആക്രമണം. മനാഫ് KK എന്ന കർഷകന്റെ ഷിരോഹി ഇനത്തിൽപ്പെട്ട 2 ആടുകളെയാണ് പിടികൂടിയത്. 2 ദിവസം മുൻപ് ബഷീർ എന്ന കർഷകന്റെ 2 ആടുകളെയും പുലി പിടിച്ചിരുന്നു.